ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ. എൻ്റെ ലൈഫിൽ എനിക്ക് ഭയങ്കര ആവശ്യമുള്ള ഒരു സാധനം ഞാൻ എൻ്റെ സ്വന്തം പൈസയ്ക്ക് ഞാൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതെന്താ സംഗതി കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത് ഈ വീഡിയോ കണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കും കേട്ടോ. കുറച്ച് കാലമായിട്ട് പിന്നെ ചെയ്യാം, പിന്നെ വാങ്ങാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ മടിച്ച് ഇരുന്നിട്ട് അപ്പോൾ ഇപ്പോൾ അതിനുള്ളൊരു കൃത്യസമയമായിട്ടുണ്ട് തോന്നി. ഇപ്പോൾ ഞാൻ അങ്ങോട്ട് വാങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ പ്രൂഫ് കാര്യങ്ങൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്നപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് എൻ്റെ പ്രൂഫ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരാനാണ്. അപ്പോൾ ഞാൻ ഇന്നത് എടുത്തിട്ട് ആ ഒരു ഷോപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ എന്താ പറയുക, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമുണ്ട് കേട്ടോ. കാരണം ഞാൻ എൻ്റെ ലൈഫിലെ ആദ്യമായിട്ടാണ് ഞാൻ ഇത് ശരിക്കും പറഞ്ഞാൽ പിന്നത്തേക്ക് എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഒരിക്കലും ഇപ്പോൾ അടുത്തിന് വാങ്ങാൻ എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഓർത്തു, ശരി ഇനിയിപ്പോൾ എന്തിനു വെയിറ്റ് ചെയ്യണം, ഇപ്പോൾ അതിന് പറ്റിയ ഒരു സമയം വന്നിരിക്കുകയാണെന്നുള്ള ഒരു ഫീലിലാണ് ഞാനിപ്പോൾ ഇത് വാങ്ങിക്കാൻ പോകുന്നത്. നടന്നാൽ മതിയായിരുന്നു എന്നുള്ളൊരു എന്താ പറയുക, ആ ഒരു ചിന്തയിലാണ് ഞാൻ. ഇന്ന് നടക്കുകയാണെങ്കിൽ ഞാൻ അത്രയും ഭയങ്കര ഹാപ്പിയാവും. എത്രയും പെട്ടെന്ന് ആദ്യം തന്നെ എനിക്കെൻ്റെ പാസ്ബുക്ക് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് പോയിട്ട് എടുത്തു. അതിന് വേണ്ടി ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു സംഗതി. എൻ്റെ റൂമിലേക്കുള്ള ഒരു വാർഡ്രോബാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ ഞാൻ അവിടെ ചെന്നപ്പോൾ ചുമ്മാ വീഡിയോ എടുത്ത് വെച്ചതാട്ടോ. ഇതുപോലത്തെ ഒരു സംഗതി എനിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ചുമ്മാ അതിൻ്റെ മോഡലൊക്കെ ഒന്ന് ചോദിച്ചപ്പോൾ ഓരങ്ങനെ എനിക്ക് കാണിച്ചു തരാനുണ്ടായത് കേട്ടോ. അതിന് ഏകദേശം ഒരു 11,000 രൂപ വില വരുന്നുണ്ട് കേട്ടോ ആ ഒരു സംഭവത്തിന്. അപ്പോൾ ഞാൻ എന്താ പറയുക, എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് അതായത് അവർ വെച്ചിരിക്കുന്ന ആ ഒരു ഗോഡൗണിൽ ചെന്നിട്ട് നോക്കുകയാണ്. അങ്ങനെ എന്താ പറയുക, എല്ലാ കാര്യങ്ങളും എനിക്ക് വേണ്ടതെല്ലാം ഞാൻ നോക്കി വെച്ചിട്ട് അങ്ങനെ അവിടുന്ന് തിരിച്ചിറങ്ങാണ്. ആദ്യം തന്നെ അവിടെ ചെന്നപ്പോൾ എന്താ പറയുക, ഓൾറെഡി ഞാൻ ഓലോട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഞാനങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചെന്നത്. അപ്പോൾ പിന്നെ അവർക്ക് കൺഫ്യൂഷനൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ തിരക്കൊന്നും ഇല്ലാത്ത സമയത്താട്ടോ ഞാൻ പോയത്. ഏകദേശം ഒരു 12 മണിയാവുന്ന സമയത്താട്ടോ ഞാൻ ഈ ഒരു ഷോപ്പിലെത്തുന്നത്. പിന്നെ ഇതിന് എൻ്റെ പാസ്ബുക്ക്, ആധാർ കാർഡ്, പിന്നെ ഫോട്ടോ വേണം, അങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എനിക്ക് കുറച്ചധികം സമയം പോയത്. പിന്നെ എന്താ പറയുക, അവിടെ ചെന്നിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം 1 മണിക്കൂർ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്നു. അങ്ങനെ എന്താ പറയുക, EMIയുടെ കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. അങ്ങനെ ഞാൻ അതെല്ലാം കഴിഞ്ഞിട്ട് ഏകദേശം 2 മണിയായപ്പോൾ അവിടുന്ന് തിരിച്ചിറങ്ങിയിട്ടുണ്ട്. ഇനി നേരെ നമ്മൾ പോകുന്നത് ക്ലിനിക്കിലേക്കാണ് കേട്ടോ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ അവിടെ ചെന്നിട്ട് പറഞ്ഞുതരാം. അപ്പോൾ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു 2 മണി കാണുന്ന സമയത്ത് ഞാൻ ഇവിടെ തന്നെ തിരിച്ചെത്തി കേട്ടോ. അപ്പോൾ ഡോക്യുമെൻറ്റേഷനും ഒക്കെ ആയിട്ട് സംഗതി നാളെ ഇനി കിട്ടുള്ളൂ. ഞാൻ സൂപ്പർ എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഞാനത് റൂമിൽ വെച്ചിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിശ്വസിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം.